നമ്മളെല്ലാവരും കണ്ട സിനിമ ജുറാസിക് പാർക്കും അതിലുണ്ടായിരുന്ന വലിയ ജന്തുക്കളെക്കുറിച്ചും നമ്മൾ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ സിനിമയിൽ ആണല്ലോ. ഇനി അതല്ല. യഥാർത്ഥത്തിലേക്ക് ഇത് മാറുന്നുണ്ട്. കോളോസൽ എന്ന ഒരു അമേരിക്കൻ കമ്പനി ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയ ജീവികളെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളോസൽ എന്നത് 2021 തുടങ്ങിയ ഒരു ബയോടെക് കമ്പനിയാണ്. ഇവരുടെ മിഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഡീഎക്സ്റ്റിങ്ഷൻ, അതായത് നശിച്ചുപോയ ജീവികളെ വീണ്ടും കൊണ്ടുവരിക. അവർ ക്ലോൺ ചെയ്യുന്നതിനും ജീൻ എഡിറ്റ് ചെയ്യുന്നതിനും വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ജീവികളെയാണ് അവർ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? 1. വോൾഡി മാമത്, ടാസ്മാനിയൻ ടൈഗർ. 3. ടോഡോ ബെയർ. ഇവയെല്ലാം നമുക്ക് ഇനി പുസ്തകത്തിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ള ജന്തുക്കളാണ്. കോളോസൽ ഇവരുടെ DNA പഠിച്ച് അതുപോലെ ജീൻ ഉണ്ടാക്കൽ ചെയ്ത് പിന്നെ ഇപ്പോൾ ഉള്ള സിമിലർ ജീവികളിൽ അത് ഉപയോഗിച്ചാണ് പുതിയ ജീവികളെ സൃഷ്ടിക്കാനായി ശ്രമിക്കുന്നത്. ജീൻ എഡിറ്റിംഗ്, ക്ലോണിംഗ്, ക്രിസ്പർ എന്ന് വിളിക്കുന്ന ഒരു പുതിയ ജനറ്റിക് ടെക്നോളജി ഇതിന് ഉപയോഗിക്കുന്നു. എന്നാൽ അത്ര എളുപ്പമല്ല. ഓരോ ജന്തുവിൻ്റെയും DNA പൂർണ്ണമായി കിട്ടണമെന്നും അതിനൊരു തക്ക മദർഹുഡ് സിസ്റ്റം ഉണ്ടാവണമെന്നും നോക്കണം. ഈ ചെയ്യുന്നതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അത് എന്താണെന്ന് നോക്കാം. ആദ്യം പോസിറ്റീവ്. പ്രകൃതിയിലെ ബാലൻസ് തിരിച്ചു കൊണ്ടുവരാം. ജനറ്റിക് റിസർച്ചിനുള്ള പുതിയ വാതിലുകൾ തുറക്കും. ഇനി അടുത്ത നെഗറ്റീവ് നോക്കാം. ഇതിന് ഉപയോഗിച്ച സയൻസ് അപകടമാകുമോ? ജീവികളെ തിരിച്ചു കൊണ്ടുവരുന്നത് പ്രകൃതിക്ക് തന്നെ വേറൊരു അപകടമാകുമോ? പല ശാസ്ത്രജ്ഞന്മാർക്കും ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ചിലർ പറയുന്നു ഇത് നല്ല കാര്യമാണ്. മറ്റു ചിലർ പറയുന്നു മനുഷ്യൻ ദൈവം ആകാൻ നോക്കുകയാണ്. നമ്മുടെ മുന്നിൽ ജുറാസിക് പാർക്ക് പോലെ ഒരു ഭാവി സംഭവിക്കുമോ എന്നത് സമയം വ്യക്തമാക്കും. എന്നാൽ കോളോസൽ പോലുള്ള കമ്പനികൾ ശാസ്ത്രത്തിന്റെ അതിരുകൾ കവിഞ്ഞു പോകുന്നെങ്കിൽ ഇത്തരത്തിലൊരു ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ.